അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിത്ർ സക്കാത്ത് അവകാശികൾ ഇവിടെ കിട്ടാതാവുമ്പോ സക്കാത്ത് നാട്ടിലേക്ക് നക്കൽ ചെയ്തുകൂടെ? അവകാശാതാവുമ്പോ എന്ന ആ ഒന്നാമത്തെ ഭാഗം ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. ഈ ഗൾഫ് രാജ്യങ്ങളിലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവകാശികൾ ഉള്ളത്. ഫക്കീർ എന്ന് പറയുന്ന ആളൊരു പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും കടം കൊണ്ട് വിഷമിക്കുന്നവർ എന്നൊക്കെ പറയുന്ന വിഭാഗം, ആ ഒരു കാറ്റഗറി സത്യത്തിൽ നാട്ടിലേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാവണേ. പ്രബലമായ മസല അനുസരിച്ച് പെരുന്നാള് രാവിന്റെ സൂര്യാസ്തമയ സമയം, അതായത് റമദാന്റെ അവസാനത്തെ പകല് അസ്തമിക്കുകയും ശവ്വാലിന്റെ ആദ്യത്തെ രാവ് തുടങ്ങുകയും ചെയ്യണ ആ ടൈമിൽ ഒരാൾ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള സാധുക്കൾക്കാണ് ഫിത്ർ സക്കാത്തിന്റെ അവകാശം. അതുകൊണ്ട് അവിടെ തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ശരിക്കുള്ള കൃത്യമായ റൂട്ട്. അവകാശികളെ കണ്ടെത്താൻ നമ്മൾ ചെറുതായിട്ട് ശ്രമിക്കണമെന്നേ ഉള്ളൂ. അതിനൊരു പ്രയാസമല്ല. ഇനി ഒരു സ്ഥലത്ത് ഇല്ല, അവകാശികൾ ഇല്ല എന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിയ്യത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവരെ വക്കാലത്താക്കുകയും അവര് ആ രൂപത്തിൽ തന്നെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അത് കൊടുക്കുകയും ചെയ്യുന്ന രൂപം സ്വീകരിക്കണം എന്നാണ് ആ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. കുറെ ആളുകളുടെ ഒരാളിങ്ങനെ വാങ്ങിക്കൂട്ടി എന്നിട്ട് ആ വക്കാലത്താക്കണ സമയത്തോ നിയ്യത്തിന്റെ കാര്യങ്ങളും മറ്റൊന്നും അവരും ചർച്ച ചെയ്യണം ശ്രദ്ധിക്കണമൊന്നും ഇല്ലാത്ത രൂപമാണെങ്കിൽ അവിടെ ഒന്നും സക്കാത്ത് വീടാന്നുള്ള അവസ്ഥ വരൂല. ഇത് നമ്മളെ ഇബാദത്താണ്. പ്രത്യേകിച്ച് നമ്മളെ നോമ്പിന്റെ കുറവുകൾ പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹരിയാണ് ഫിത്ർ സക്കാത്ത് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പരമാവധി കുറ്റമറ്റതാക്കാൻ അതിനാവശ്യമായിട്ടുള്ള റൂട്ട് നമ്മൾ കൃത്യമായി പാലിച്ചിരിക്കണം. അപ്പൊ വക്കീലാക്കുകയാണെങ്കിൽ തന്നെ അത് വക്കാലത്തിന്റെ നിയമങ്ങളൊക്കെ അറിയുന്ന ആളുകളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ സ്വന്തമായി തന്നെ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് സൂചിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.